MLA ആയതിനു ശേഷം പ്രത്യേകം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോളുകളുടെ എണ്ണം. എനിക്കൊരു 300-350 കോള് ദിവസവും വരുവാണ്. രാവിലെ 7 മണി തൊട്ട് രാത്രി 12 വരെ ഉണ്ട്. ഇന്ന് ഞാൻ രാവിലെ ഫോൺ നോക്കി 3 മണിക്ക് കോൾ വന്നിട്ടുണ്ട്. 3 മണിക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഉണർന്നിരുന്നുകൊണ്ട് അമേരിക്കയിൽ നിന്നൊരു കോള്, അമേരിക്ക പിന്നെ അവർക്ക് പകലാണല്ലോ, ഒരു 2 മണിക്ക് 3 മണിക്ക് വീണ്ടും അതേപോലെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പയുടെ കൂട്ടാവണമെന്നുള്ളതാണ്. അപ്പം അതിലൊരു പേടിയല്ല, അതുപോലെ ആകുക എന്ന് വെച്ചാൽ ഇറ്റ്സ് എന്താ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇപ്പം മാത്രമല്ല ആൾക്കാർക്ക് വിഷമമാവും. ഇപ്പോൾ ഫോൺ കിട്ടിയില്ല, ഞാൻ സഭയ്ക്കകത്താ, എനിക്ക് എടുക്കാൻ പറ്റില്ല, അപ്പം അവർക്ക് വിഷമമാവും. ഞാൻ ഇപ്പം 35-45 കോളം മിസ് കോളാണ്. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സഭയ്ക്കകത്തല്ലെങ്കിലും ആളുകളെ കാണുന്നു, അതേസമയം ഫോൺ വരുന്നു, ഏത് ഞാൻ മാനേജ് ചെയ്യും? ഫോൺ എന്ന് വെച്ചാൽ നിരന്തരം ഫോണാണ്. ഇറ്റ്സ് ലൈക്ക് 1 to 1 ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആവശ്യങ്ങളാണ്, പലതും വിളിക്കുന്നവരാണ്. പലരും എന്നെ ഇന്നലെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു 25 ലക്ഷം രൂപ കടവുണ്ട്, എങ്ങനെയെങ്കിലും സാറ് സഹായിക്കണം. ഞാൻ നോക്കട്ടെ വരട്ടെ എന്നുള്ള രീതി. കാരണം ഇറ്റ്സ് എ ഞാൻ പറഞ്ഞു, ഞാൻ തുടക്കക്കാരനായി വരുന്നേ ഉള്ളൂ, നമുക്ക് നമ്മുടേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ ദിവസവും അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ അപ്പടുത്ത് പറഞ്ഞതുപോലെ എന്നെ വിളിച്ച് പറയുകയാണ്. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് ഐ എം എ സ്റ്റാർട്ടിങ് MLA. അദ്ദേഹം ഒരു മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പല ആൾക്കാരുമായിട്ട് ഇടപെട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അപ്പം അതിൻ്റേതായ ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾസ് ഉണ്ട്. നമുക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പരിധികൾ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരോടും നോ പറയില്ല എന്നുള്ളതായിരുന്നു. അതൊരു പ്രശ്നമാണ്. ഇപ്പോഴാണോ ഉമ്മൻചാണ്ടിക്ക് അപ്പൊ എങ്ങനെയായിരുന്നു? ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഈ നോ പറയാത്തൊരു രാഷ്ട്രീയക്കാരനാണ് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്? അല്ല, നോ പറയത്തില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. നോ പറയാത്തൊരു വ്യക്തിത്വമാണ് എന്നുള്ളത് വെരി ക്ലിയർ ആണ്. കാരണം എൻ്റെ ജീവിതത്തിൽ മുഴുവൻ എൻ്റെ അടുത്തൊക്കെ നോ വളരെ ലിമിറ്റഡായിട്ട് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഓർമ്മയിൽ പോലും അങ്ങനെ ചില സാഹചര്യങ്ങളിൽ വളരെ കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. അപ്പം നോ പറയേണ്ട സാഹചര്യം വന്നിട്ടില്ല. പക്ഷെ നോ പറയേണ്ടപ്പം പറഞ്ഞിട്ടുമുണ്ട്. അതൊരു നോ ആയിരിക്കും. അല്ല, ഇപ്പം 2019 ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു ലോക്സഭയിലോട്ട് എന്നെ കൺസിഡർ ചെയ്തു. അപ്പോൾ അദ്ദേഹം പക്ഷേ അതിനകത്തൊരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ഇറ്റ്സ് എ ഡിസിഷൻ. No one can change that decision. അന്ന് ഉമ്മൻചാണ്ടി സാർ നോ പറഞ്ഞു, അതോ തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്? അതൊരു നോ ആണല്ലോ. നോ എന്ന് പറയാം. നോ എന്ന് പറയാം. നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയല്ലേ? നോ പറയാതെ പറയും. പക്ഷെ അതൊരു 60 വർഷക്കാലത്തെ എക്സ്പീരിയൻസിൻ്റെ. പക്ഷെ അങ്ങനെ ഞാനും അങ്ങനെ ഫുൾ ഹാർട്ടഡായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇത് ആളുകൾ പറയുന്നു, ആളുകളുടെ താല്പര്യം, പക്ഷെ അപ്പം അതിനൊരു പോസിറ്റീവ് എടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ വലിയ ഞാനതിനെ പുഷ് ചെയ്യുന്നില്ല. ബിക്കോസ് ഐ നോ ഹിസ് മൈൻഡ്. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പം അദ്ദേഹത്തിന് ഞാൻ വരുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ഡെമോക്രസി. അദ്ദേഹം പൂർണ്ണമായ ഒരു ഡെമോക്രാറ്റാണെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അദ്ദേഹം മാറുന്നൊരു സമയത്ത് വരണമെന്നുള്ളതായിരിക്കും മനസ്സിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഹി വോണ്ട്സ് ടു ഗീവ് ഓപ്പർച്യൂണിറ്റി ടു അതർ പീപ്പിൾ എന്നുള്ളതാണ് എൻ്റെ റീഡിങ്. മീൻസ് ഓസിയുടെ തണലിൽ മകൻ വളരണ്ട എന്ന് അദ്ദേഹം
കരുതിയിരുന്നതാണ്. അങ്ങനെ തണലിൽ വളർന്നു എന്നുള്ള ഒരു ഇമേജ് അങ്ങനെയല്ല, അദ്ദേഹം ഒരു പൊസിഷനിലിരിക്കുകയാണ്. ഇത് ഓൾറെഡി ഓക്യുപ്പിങ് MLA's പോസ്റ്റ്. അപ്പം മറ്റൊരാളും കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ മേ ബി ഹി ഡിഡ്ന്റ് വാണ്ട് ദാറ്റ് ടു ബി ദെയർ, മേ ബി, ഐ ഡോണ്ട് നോ. അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഐ എം റീഡിങ് ഫ്രം ഹിസ് മൈൻഡ്. അല്ല, ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താ വെച്ചാൽ മുൻപ് ഈ മക്കൾ രാഷ്ട്രീയത്തെ ഏറെക്കുറെയൊക്കെ ഒപ്പോസ് ചെയ്തിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും കരുണാകരന്റെ മകനായിട്ട് മുരളീധരൻ വരുന്നു. ആ സമയത്ത് മക്കൾ രാഷ്ട്രീയം അത്ര ഡിസൈറബിൾ അല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരുടെ തലവനായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പൊ ആ രീതിയിൽ എങ്ങനെ ഒരു എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഉള്ളപ്പം വരുന്നതിനോട് ഒരു താല്പര്യക്കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു സബ്സിക്വന്റ് റീഡിംഗ് ആണ്. ഈ നെവർ സെഡ് ഇറ്റ്. പ്രൊമോട്ട് ചെയ്ത് വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പോസ്റ്റ് ഇരിക്കുമ്പം അതേ കുടുംബത്തിൽ നിന്ന് വേറൊരാൾ ആ പോസ്റ്റിൽ വരുന്നതിൻ്റെ ഒരു ഔചിത്യക്കുറവായിരിക്കാം ഈ മൈറ്റ്. ഇപ്പം ഞാൻ എൻ്റെ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ഫോർ, അന്ന് ഞാൻ പറയുമ്പോൾ 19 വർഷം ഞാൻ വർക്ക് ചെയ്യുന്നു പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ, പക്ഷെ അദ്ദേഹമാണ് ശരിയെന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് കറക്റ്റ്. അല്ല, സ്വാഭാവികമായിട്ടും ഒരു കുറവായിട്ടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഈ ലാറ്ററൽ എൻട്രി പൊളിറ്റിക്സിൽ വരുന്ന ഒരു ലാറ്ററൽ എൻട്രി പൊളിറ്റിക്സിനെ കേരളത്തിൽ പൊതുവെ നമ്മൾ ചെറുപ്പക്കാർ, ചണ്ടിയുടെയൊക്കെ അതേ പ്രായമുള്ള ചെറുപ്പക്കാരെല്ലാം തന്നെ വളരെ അമർഷത്തോടെയും മറ്റൊക്കെ കാണുന്നു. കാരണം തെരുവിൽ അടികൊണ്ടും സമരം ചെയ്തും ഒക്കെ അങ്ങ് താഴെ തട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്ന ഒരുപാട് പേര് അവരുടെ വളർച്ച അതേ സ്ഥലത്ത് നിൽക്കുകയും ലാറ്ററൽ എൻട്രി പൊളിറ്റിക്സിലൂടെ ചിലർ കടന്നു വരികയും ചെയ്യുന്നു. ഈ ലാറ്ററൽ എൻട്രി പൊളിറ്റിക്സിനെ കുറിച്ച് ചാണ്ടിയുടെ കേരളത്തിൽ അങ്ങനെ ലാറ്ററൽ എൻട്രി ഇല്ലല്ലോ. കേരളത്തിൽ ആരാ ലാറ്ററലായിട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്? മുരളീധരനുണ്ട്. ഇല്ല, അദ്ദേഹവും വർക്ക് ചെയ്ത് തന്നെയാണ് കടന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം പാർട്ടി സ്ഥാനത്തുണ്ടായിരുന്നു, പാർട്ടി പ്രവർത്തിച്ച് കൃത്യമായ പ്രവർത്തനം നടത്തിയാണ് മുന്നോട്ട്. അത് വർഷങ്ങൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കും. നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുള്ളതുപോലെ എവിടെയാണ് ലാറ്ററൽ എൻട്രി ഉള്ളത്? ഇവിടെ ഒരിടത്തും ലാറ്ററൽ എൻട്രി ഇല്ല. അല്ല, ലാറ്ററൽ എൻട്രി എന്ന് ആ കാര്യത്തിൽ അതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിലോട്ടുള്ള ഒരു എൻട്രിയാണ്. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പല ഫാക്ടേഴ്സാണ് മാറ്റർ ചെയ്യുന്നത്. ആ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പാർട്ടിക്ക് ഒരു സമീപനമുണ്ട്. ആ സമയത്ത് എന്ത് തീരുമാനം എടുക്കണം, ആ ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ പല ഫാക്ടേഴ്സുണ്ട്. ആ ഫാക്ടേഴ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ കടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിയുടെ തീരുമാനമാണ്, അല്ലാതെ ആരും പുഷ് ചെയ്ത് കൊണ്ടുവന്നതല്ലല്ലോ. ഇപ്പം നമ്മൾ കാണുന്നത് വെച്ചാൽ പല സംസ്ഥാനങ്ങളിലും ജസ്റ്റ് ബിക്കോസ് ഫോർ എ സൺ ഓർ എ ഡോട്ടർ ഓർ എ വൈഫ് യു ആർ കമ്മിങ് ഇൻ ടു പൊളിറ്റിക്സ് ഇല്ലേ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അങ്ങനെയല്ല, അത് ഒരാളും പുഷ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതല്ല. അവരെ പാർട്ടി തീരുമാനിച്ചു, പാർട്ടി സംയുക്തമായിട്ട് തീരുമാനിച്ചിട്ട് പാർട്ടിയുടെ തീരുമാനമാണ്. അതെ, അങ്ങനെ വരുമ്പോഴും അവിടെ അത്രയും നാൾ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ജനറേഷൻസ് ഓഫ് ലീഡേഴ്സ് പുറത്ത് നിൽക്കുമ്പോഴാണ് പുറത്ത് നിന്ന് ഒരാളെ ഇങ്ങനെ കെട്ടിയിറക്കുമെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പം പാർട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ കാൻഡിഡേറ്റ് ആരാണ്, ആ ഇലക്ഷൻ ജയിക്കുക. അത് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതല്ലാതെ നമ്മൾ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ജസ്റ്റ് ബിക്കോസ് യു ആർ ദ സൺ യു ആർ കമ്മിങ് ഇൻ ടു പൊളിറ്റിക്സ് എന്നൊരു അച്ഛൻ പറഞ്ഞു മോൻ വരുന്നു, അങ്ങനെ ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ ഇല്ല. അത് ഇറ്റ്സ് എ റോങ് കൺസെപ്ഷൻ, മിസ്കൺസെപ്ഷൻ. അങ്ങനെ ഒരു ഓപ്പർച്യൂൺ മൂവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ കാൻഡിഡേറ്റ് ആയതെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം നാളെ ചിലപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂൺ മൂവ്മെന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അതില്ലാതാവും. അല്ല, ഓപ്പർച്യൂൺ മൂവ്മെന്റ് ഉണ്ടാകേണ്ടത് മാത്രമല്ലല്ലോ. ഞാൻ കഴിഞ്ഞ 23 വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഈ രാജ്യത്ത് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നടന്നയാളാണ്. രാഹുൽ ഗാന്ധിജിയോടൊപ്പം നടന്നപ്പം ഞാൻ രാജ്യത്തിന് വേണ്ടി നടന്നയാളാണ്. അപ്പം ഞാൻ ഒത്തിരി വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. അതേസമയം ഫാദറിൻ്റെ നിര്യാണത്തിന് ശേഷം പാർട്ടി ടുക്ക് എ ഡിസിഷൻ ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ്സ് എ സിറ്റുവേഷൻ വിച്ച് ഐ ഹാഡ് ടു ആൻസർ ദ കോൾ. ബിക്കോസ് 40 പോലും എൻ്റെ ഫാദറിൻ്റെ 40 പോലും കഴിഞ്ഞിരുന്നില്ല. ഇലക്ഷൻ അപ്പോഴാണ് വരുന്നത്. അപ്പോൾ പാർട്ടി എൻ്റെ അടുത്ത് പറയുകയാണ് ഈ ചുമതല എടുക്കണമെന്ന് പറഞ്ഞാൽ ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ്. ഇപ്പം ഏതൊരു കോൺഗ്രസ്മാൻ്റെയും ഒരു ഡ്യൂട്ടിയാണ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ പാർട്ടി വർക്കേഴ്സിന് ഒരു റിവാർഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പാർലമെന്ററി പൊളിറ്റിക്സ് ആണ്.
അപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഓരോ സാഹചര്യങ്ങൾ ഓരോരുത്തർ കാൻഡിഡേറ്റ് ആവുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാഡേഴ്സ് ഇല്ലേ അത് വർക്ക് ചെയ്ത് കഷ്ടപ്പെടുന്നത്, അപ്പോൾ അവരെന്നും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു അല്ലെ, എത്രയോ കാഡേഴ്സിന് ഓപ്പർച്യൂണിറ്റി കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, എത്രയോ വർക്കേഴ്സിന്. അതിനകത്ത് ഇപ്പം ഷാഫി പറമ്പിലാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഏതൊരു ലീഡറിനെ എടുത്തു നോക്കിയാൽ അവരെല്ലാം കാഡർ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്ത് വന്നവരല്ലേ. എത്ര പേരുണ്ട് കേരളത്തിൽ ഇങ്ങനെ മാവനോ എന്ന പേരിൽ മാത്രമാവുന്നവർ? എത്രയോ പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ തന്നെ നോക്കിയാൽ മതിയല്ലോ. എൻ്റെ 21 എൻ്റെ അടുത്ത് പറഞ്ഞു, പല ആൾക്കാരും പറഞ്ഞു യു ഷുഡ് കണ്ടസ്റ്റ് ഹിയർ. ഞാൻ കൗണ്ട് എടുത്ത് നോക്കിയാൽ 40ഓളം സീറ്റുകളിൽ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഫാദർ ഉള്ളതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ സ്റ്റാൻഡ് എടുത്തായിരുന്നു. അപ്പോൾ എത്ര പേരാ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കേഴ്സല്ലേ എല്ലായിടത്തും മത്സരിച്ചത്.